ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അതുകൊണ്ട് നൈറ്റിലെ വീഡിയോസൊന്നും നമ്മൾ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഇന്നലത്തെ വീഡിയോസിലുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് കുളിച്ചൊരു ഡേ രാവിലെ സമയം ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞു. നമ്മളിനിയിപ്പോൾ നേരെ അമ്പലത്തേക്ക്, ഉടുപ്പി അമ്പലത്തേക്ക് പോകാൻ പോവാണ്. രാവിലത്തെ കൂടെ അമ്മു എല്ലാവരും ഒരുങ്ങി. അച്ഛൻ എന്താ റെഡി ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂം 109. ഓക്കെ, അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. നേരെ ഇപ്പോൾ പോയാൽ നല്ലോണം തൊഴാൻ പറ്റും. അപ്പോൾ രാവിലെ അവിടുത്തെ വീഡിയോസും അതെ. ഞാൻ ഉടുപ്പിയിൽ വരുമ്പോൾ ഒന്നാമത് വെക്കേഷൻ ടൈമിൽ വരരുത്. വെക്കേഷൻ ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഒരു ജനുവരി ടൈമിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തിരക്ക് കുറയും. പിന്നെ അതുപോലെ തന്നെ 5 മണി ഈ ഒരു ടൈമിൽ പോയി നന്നായി തൊഴാൻ പറ്റും. 5 മണി തൊഴാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അമ്പലത്തിൽ പോവാം. ഇപ്പം അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ചവിട്ട ഈ വഴി പോണോ? വേണ്ടല്ലോ, അത് അടച്ചല്ലേ. ഗായ്സ്, കുളം. അമ്മ വരുന്നു ഗൈസ്. നല്ല ഭംഗിയുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. ഇതാണ് ഇവിടുത്തെ ഒരു രഥം. ഇതിലാണ് ഭഗവാനെ പ്രദർശനം വെക്കാൻ പോവുക. രഥം വാവ്, ഗോൾഡൻ ചാരിയോട്ട്. സ്വർണ്ണരഥാണത് ആണെന്ന് തോന്നുന്നു. സ്വർണ്ണരഥാണോ? അല്ലല്ലോ. ഇതാണ് ഗോശാല. ഉടുപ്പി അമ്പലത്തിലെ ഗോശാല എന്നത് കൃഷ്ണന്റെ പശുക്കളാണെന്നാണ് പറയുന്നത്. ഒരു കാളുണ്ട് ഗൈസ്, കാണുന്നുണ്ടോന്ന് അറിയില്ല. കുറെ പശുക്കളുണ്ട് ഗൈസ്. വെളിച്ചില്ലാത്തോണ്ടേ കുറേ പശുക്കളുണ്ട്. കാളയ്ക്ക് നല്ല വലുപ്പുണ്ട് ഗൈസ്. എത്ര തോന്നുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ ഏകദേശം എൻ്റെയൊക്കെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹമൊക്കെ, കൃഷ്ണൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും ശംഖും ഒക്കെ വയ്ക്കുന്ന ഷോപ്പൊക്കെ ഉണ്ട്. അമ്പലത്തിനുള്ളിൽ നിന്ന് കണ്ടാൽ ഗായ്സ്, ഞാനും മേടിച്ചു ചെറിയൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം പോലത്തെ ഞാനും മേടിച്ചു. ചെറിയൊരു അങ്ങനെ കൃഷ്ണൻ്റെ രാധയും ഊഞ്ഞാലാടുന്ന പോലത്തെ. വാവ് ഗായ്സ്, ചെരുപ്പ് അപ്പുറത്തായി പോയി ഗൈസ്. ഫ്രണ്ടിലാണ് ഗൈസ് കണ്ട് ചെരുപ്പ് വെച്ചത്, പക്ഷേ ഇറങ്ങി ചെന്നപ്പോൾ ബാക്കിലായി പോയി. അപ്പോൾ ഇനി ഫ്രണ്ട് പോയിട്ട് ചെരുപ്പ് എടുക്കണം.
അമ്മൂട്ടിയുണ്ട്. ബാ നന്നായിട്ട് തൊഴാൻ പറ്റി ഗൈസ്. കാരണം ഈ ഒരു ഉടുപ്പി ടെമ്പിളിലൊക്കെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തൊഴാൻ പറ്റും. ഏകദേശം ഒരു 5 മണി ടൈമിലൊക്കെ വന്നാൽ നന്നായിട്ട് തൊഴാം. നമ്മൾ വീണ്ടും ഫ്രണ്ടിലെത്തി ഗൈസ്. ചെരുപ്പ് അവിടെ ഉണ്ടോ നോക്കട്ടെ, അറിയില്ല ഗൈസ്. നമ്മൾ ചെരുപ്പ് അവിടെ അമ്പലം, അതായത് ചപ്പൽ കൗണ്ടർ തുറക്കാത്തതുകൊണ്ട് നമ്മൾ ചെരുപ്പ് അവിടെ വെച്ച് സൈഡിൽ വെച്ചിട്ട് പോയി. നമ്മൾ വരുമ്പോഴേക്കും അവർ ചപ്പൽ കൗണ്ടറിൽ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ചെരുപ്പ്. അപ്പം പിന്നെ കാശ് കൊടുത്തിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ തിരിച്ച്. അപ്പോൾ അത് കാശ് കൊടുത്തു, തിരിച്ചെടുത്തു. 4 പേരുടെ ചപ്പൽ. എന്താണ് അടിപൊളി തൊഴാൻ പറ്റിയില്ലേ? ഇന്നലെ തൊഴുതു. ഇന്നലെ പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളില് വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ അധികം എടുക്കാൻ പറ്റിയില്ല. ഗോശാലയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗായ്സ് ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലെ പൂജയൊക്കെ പുറത്ത് നമുക്ക് സ്ക്രീനിൽ കാണാം ഗായ്സ്. വാവ്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കർണാടക ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാതാവായ ദേവകിക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ലീലകളൊന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തിനോട് അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹം മാതാവിന് വേണ്ടി വീണ്ടും ബാല്യകാല ലീലകളെല്ലാം ഒന്നുകൂടെ കാണിക്കുകയും ചെയ്തു. ഇത് കാണാനിടയായ രുക്മിണി ദേവി ശ്രീകൃഷ്ണൻ്റെ ബാലരൂപത്തിൽ ആകൃഷ്ടയായി ആ രൂപത്തിൽ ഒരു വിഗ്രഹം വേണമെന്നാവശ്യപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് സാളഗ്രാമശിലയിൽ ഒരു കൈയിൽ മത്തും മറു കൈയിൽ കയറും ഉള്ള രൂപത്തിൽ ഒരു വിഗ്രഹമുണ്ടാക്കി നൽകി. രുക്മിണി ദേവി അത് പൂജിച്ചു. കാലാന്തരത്തിൽ ദ്വാരക സമുദ്രത്തിനടിയിലാകുകയും ഈ വിഗ്രഹം ഗോപീചന്ദനക്കട്ടയാൽ മൂടപ്പെടുകയും ചെയ്തു. ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൻ്റെ കപ്പിത്താൻ ഈ ഗോപീചന്ദനക്കട്ട ഉപയോഗിച്ച് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് ഉടുപ്പി തീരത്തെത്തിയ ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ടു. കരയിൽ നിന്നിരുന്ന വൈഷ്ണവ ശ്രേഷ്ഠൻ മാധവാചാര്യർ അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ആ കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കി കപ്പലിനെ കരക്കടിപ്പിക്കാൻ സഹായിച്ചു. ഇതിൻ്റെ നന്ദി സൂചകമായി കപ്പിത്താൻ മാധവാചാര്യർക്ക് ആ ഗോപീചന്ദനക്കട്ട നൽകി. മാധവാചാര്യർ ആ ഗോപീചന്ദനക്കട്ട നീക്കം ചെയ്തപ്പോൾ അതിനുള്ളിൽ ഈ വിഗ്രഹം അദ്ദേഹം കണ്ടു. അദ്ദേഹം ഈ വിഗ്രഹം ഉടുപ്പിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തുള്ള ഈ ഗോപുരത്തിൻ്റെ പേരാണ് കനകനകിണ്ടി. ഈ ഗോപുരത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, പണ്ട് ഉടുപ്പിയിൽ കനകദാസ് എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതിനാൽ അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഭഗവാനെ ഒരു നോക്ക് കണ്ട് തൊഴുതാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും ഭഗവാൻ സ്വയം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയും പടിഞ്ഞാറേ മതിലിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. ആ വിള്ളലിലൂടെ കനകദാസ് എല്ലാ ദിവസവും ഭഗവാനെ വേണ്ടത്ര കണ്ട് തൊഴുതു. അങ്ങനെയാണ് ഈ കനകനകിണ്ടി എന്ന ജാലകത്തിൻ്റെ ഐതിഹ്യം. നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മൾ ലഡ്ഡു മേടിച്ചു. ഇത് ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ ലഡ്ഡു ഉത്സവം എന്ന് പറഞ്ഞിട്ട് എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പ്രസാദമാണ്. 100 രൂപയാണ് ഒരു പെട്ടിക്ക്. പല കളറിൽ ലഡ്ഡു ഉണ്ടാവും. കാണുന്നുണ്ട് ഗൈസ്, ഇതാ ഒരു ബോക്സാണ്. 100 രൂപയാണ് ഒരു ബോക്സിന്.
അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പെഷ്യലായിട്ട് ഈ പരിപാടിയുടെ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഒറ്റ ലഡു ആയിട്ടാവും കിട്ടുക, വലുത്. നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു എത്തി. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മൂകാംബികയ്ക്ക് പോവാണ്. ഉടുപ്പിയിലത്തെ പരിപാടി കഴിഞ്ഞില്ലേ, അമ്മ ഉണ്ട്. അപ്പോൾ ഉടുപ്പിയിലെ അച്ഛൻ ബില്ലടയ്ക്കാൻ പോയതാണ്. അപ്പോൾ ഉടുപ്പിയിലുള്ള നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു. ഉടുപ്പിയിൽ നിന്ന് തൊഴുതു. ഇനി അടുത്ത് മൂകാംബികയ്ക്കാണ്. അപ്പോൾ മൂകാംബികയ്ക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോവാണ്.